കുടിവെള്ളം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും അമൃതാണ്. ആ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് അതാത് പ്രാദേശിക ഭരണസമിതിക്കാരാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇവിടെ അത് ആരംഭിക്കുന്നത് 1981 ആ സമയത്തായിരുന്നു, കാലഘട്ടത്തിലാണ്. അന്ന് പുത്തുമ്പലിക്കര ഭരിച്ചിരുന്നത് മണിയൻ ചേട്ടനൊക്കെ ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ മണിയൻ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു അശാസ്ത്രീയത നിലവിൽ ഉണ്ടായിരുന്നു. ഒരു അശാസ്ത്രീയത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വെള്ളം പമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് മോറത്തോട്ടിൽ നിന്നായിരുന്നു. മോറത്തോട്ടിൽ നിന്ന് കിണർ കുഴിച്ചിട്ട് ആ കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷേ കിണർ കുഴിക്കഴിഞ്ഞപ്പോൾ, കുറേ താഴ്ന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ ഉപ്പുവെള്ളം കയറി. അപ്പോൾ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞപ്പോൾ അവർ ആ കിണർ എന്നുള്ളത് ഒരു ടാങ്കാക്കി മാറ്റി, അടി കോൺക്രീറ്റ് ചെയ്തു. ഒരു വെള്ളം കയറാണ്ടിരിക്കാനായിട്ട്, ഉപ്പ് കയറാണ്ടിരിക്കാൻ അടി കോൺക്രീറ്റ് ചെയ്തു, ഒരു ടാങ്കാക്കി മാറ്റി. എന്നിട്ട് പഴയ നമ്മളുടെ വെള്ളമരിക്കുന്ന മുച്ചട്ടി അരിപ്പയുടെ സംവിധാനത്തിൽ വെള്ളം പമ്പ് ചെയ്ത് വെള്ളം അരിച്ച് ആ കിണറ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അതിനകത്ത് അശാസ്ത്രീയത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10-14 ഏക്കർ സ്ഥലമുള്ള ആ നിലത്തിന് ഇടയിലാണ് ഈ മോറത്തോടുള്ളത്. അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോറത്തോട്ടിൽ അടിക്കുന്ന വിഷാംശങ്ങൾ മുഴുവനും ഈ വെള്ളത്തിൽ ലയിച്ച് ചേരും എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഭരണസമിതിക്കാർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അതിന് ഞങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആ എതിർപ്പ് പ്രകടിപ്പിച്ചത്. പിന്നെ ഞങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു 3 എക്സിബിഷൻ നടത്തി. പുത്തമ്പലിക്കരയിൽ 3 ദിവസം എക്സിബിഷൻ നടത്തി. ആ എക്സിബിഷനിൽ ഒരു പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊടികത്തൂന്ന് എന്ന കുന്നുണ്ടാക്കി, അതിന് താഴെ പുഴയുണ്ടാക്കി, പാടത്തിൻ്റെ ഒരു മോഡലുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വെള്ളമരിക്കുന്ന സംവിധാനം ഞങ്ങൾ ജനത്തിന് കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തരം വെള്ളം ഞങ്ങൾ അരിച്ചു കാണിച്ചു. ഒന്ന് തുരിച്ച് കലക്കിയ വെള്ളം, മറ്റേത് മണൽ കലക്കിയ വെള്ളം, സാധാരണ കലക്ക വെള്ളം എന്ന് പറയുന്ന വെള്ളം. ഈ 2 വെള്ളവും ഞങ്ങൾ അരിച്ചു. അപ്പോൾ തുരിച്ച് കലക്കിയ വെള്ളം അരിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ അത് ആ തുരിശിന് നീലനിറമാണല്ലോ, ആ നീലനിറം തന്നെ ആ വെള്ളത്തിനുണ്ടായി. എന്നാൽ മറ്റേ മണ്ണ് കലക്കിയ വെള്ളം ഈ മുച്ചട്ടി അരിപ്പിലൂടെ അരിച്ചു വന്നപ്പോൾ നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്തുകൊണ്ട് ഈ തുരിശ് കലക്കിയ വെള്ളം നീല നിറത്തിൽ തന്നെ വന്നു? അതിന് കാരണം അത് ലേയ മാലിന്യമാണ്. വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന മാലിന്യത്തെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മുച്ചട്ടിയരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് നമുക്ക് വരാൻ പോകുന്ന കുടിവെള്ളത്തിൻ്റെ വിഷയവും. ആ കുടിവെള്ളത്തിന് പല പാടത്തടിക്കുന്ന വിഷാംശങ്ങൾ മുഴുവൻ ഇതിന് ലയിച്ചു ചേർന്നിട്ടാണ് അതിനകത്ത് വരുന്നത്. ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആ വിഷാംശത്തെ ഞങ്ങളിപ്പോൾ കാണിച്ചതുപോലെ തുരിശിൻ്റെ നിറം കളയാൻ പറ്റാത്തതുപോലെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഈ വിഷാംശങ്ങൾ അതേപോലെ തന്നെ നമ്മൾ കുടിവെള്ളത്തിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് അന്ന് അവരെടുത്തു. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് സത്യമായിരുന്നു. കാരണം അന്ന് ഉദ്ഘാടനം നടത്താൻ വരെ ഡേറ്റും തീരുമാനിച്ചു, ബോർഡ് വരെ എഴുതി വെച്ചതാണ്. പക്ഷേ ഇന്നുവരെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല, ഉദ്ഘാടനം നടത്താൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് കുടിക്കാൻ ഉപയുക്തമാണ് എന്ന് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അന്ന് അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞില്ല, ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അനൗദ്യോഗികമായിട്ട് മന്ത്രിമാരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാതെ കണ്ട് ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പോരായ്മകളുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ വെച്ച ഒരു ബദൽ നിർദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോറത്തോടിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകുന്ന വെള്ളത്തിന് ആ പൈപ്പ് കുറച്ചുകൂടി നീട്ടി ആ പുഴയിലേക്ക് ഇടുകയാണെങ്കിൽ ഈ കിണർ ആ പുഴയിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അന്ന് അത് അംഗീകരിച്ചില്ല എങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ കുടിവെള്ളം നമുക്ക് ലഭിച്ചു തുടങ്ങി. പക്ഷെ കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയ കാലം മുതൽ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഉപ്പുവെള്ള പ്രശ്നം. കുറേ കാലമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടത് അതാത് പ്രദേശത്തെ പ്രാദേശിക ഭരണസമിതിക്കാരാണ്. ഏത് പ്രദേശത്തായാലും അവരാണ് അത് നിർദ്ദേശിക്കേണ്ടത്. പക്ഷെ അവർക്ക് നിർദ്ദേശിക്കാനേ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ല, പരിഹാരം അവർക്ക് നടത്താൻ പറ്റില്ല. പരിഹാരം നടത്തേണ്ടത് മറ്റു ഉദ്യോഗസ്ഥന്മാരും അതിന് മേലെ ഉള്ള ഭരണസമിതിക്കാരുമൊക്കെയാണ് പരിഹാരം കാണേണ്ടത്. ഗവൺമെൻറ്റും മറ്റുള്ളവരൊക്കെയാണ് കാണേണ്ടത്. പക്ഷേ
അത് അവർക്ക് കാണുന്നില്ല. എല്ലാ വർഷവും നമ്മുടെ ജനങ്ങൾ ഉപ്പുവെള്ളം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. നല്ല ശുദ്ധമായ വെള്ളം ഇഷ്ടംപോലെ കുടിക്കേണ്ട സമയത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇപ്പോൾ ഉള്ളതായ നമ്മുടെ കണങ്കടവ് പാലം അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു സംവിധാനത്തിനെ പറ്റി ചിന്തിക്കണം. അതായത് മാളവന ഒരു പാലം വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് പുത്തമ്പേരിക്കരയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനും സഹായിക്കും. കാരണം മാളവന വരെ വന്നിട്ട് ഉപ്പുവെള്ളം അവിടെ വെച്ച് തടഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം കടക്കില്ല. അപ്പോൾ ആ പ്രദേശത്തുകാർക്കും ഗുണം കിട്ടും, നാടിനും ഗുണം കിട്ടും, നല്ലൊരു വാഹന സൗകര്യം ഉണ്ടാകുകയും ചെയ്യും, യാത്രാ സൗകര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിനുവേണ്ടി ഇവിടുത്തെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും, ഇന്ന പ്രസ്ഥാനമെന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഈ ജനത്തിനു വേണ്ടി അതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അതിനെ നടപ്പാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.